ഹലോ ഗായ്സ്, അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ഗാർഡൻ നിറയെ ഡെയിലി പൂക്കൾ ഇതുപോലെ നിറച്ചിട്ട് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റായ ടൊറേനിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ കളറിൽ നിന്നാണ് ഞാൻ ഇത്രയും ഡിഫറെൻറ്റ് കളർ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന ഒരു കളർ വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 40 രൂപയ്ക്കാണ് ഒരു 3 തൈ ഞാൻ വാങ്ങിയത്. അപ്പോൾ വാങ്ങി വെച്ചപ്പോൾ തന്നെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് ഇതിനെ ആദ്യം നട്ടു കൊടുത്തത്. എന്നിട്ട് ഉഷാറാക്കി വളമൊക്കെ ഇട്ട് നല്ല പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ സമയത്ത്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞ് ഓരോ പൂവ് ഇട്ട് കൊഴിഞ്ഞ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കിള്ളി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ ആ ഒരു ഗ്രോത്തൊക്കെ മുരടിച്ച് നിൽക്കുന്ന പറയാറ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കിള്ളി കളഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒത്തിരി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോന്നിൻ്റെ ഇങ്ങനെ ഇടയിൽ നിന്ന് എടുത്ത് കളയാൻ. ഇങ്ങനെ അലർത്തി മാറ്റുന്ന ഓരോന്ന് ആ ഒരു ചെടിച്ചട്ടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കാറ്. പിന്നെ അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായപ്പോൾ താഴെ മണ്ണിൽ ഇതുപോലെ നിരത്തി അങ്ങോട്ട് നട്ടു കൊടുത്ത് കഴിയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ചെറുതിൽ തന്നെ പൂവിട്ട് തുടങ്ങും. ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇത് പിടിച്ച് പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ചെടി മുഴുവനും നശിച്ചു പോകുന്ന വരെ നിറയെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു പൂച്ചെടിയാണ്. അതിതുപോലെ തിക്കായിട്ട് പെട്ടെന്നൊന്നും ചീത്തായി പോകില്ല, കുറച്ച് നാളിങ്ങനെ നിന്നോളും. അപ്പോൾ ഞാനിങ്ങനെ നിരത്തി നട്ടു കൊടുത്തപ്പോൾ അതിൽ നിന്ന് പൂക്കൾ കൂടി നിന്ന് ഉണ്ടായപ്പോൾ ഈ ആദ്യം എൻ്റെ കയ്യിലുണ്ടായ കളർ വെറൈറ്റി എല്ലാം കൂടി നിന്നപ്പോൾ അതിൽ നിന്ന് പുതിയ കളർ വെറൈറ്റീസ് വരാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ വിത്തുകൾ ഇതുപോലെ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തപ്പോൾ അതിൽ നിന്നും പുതിയ കളേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചിട്ട് ഒരുമിച്ച് നട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൽ നിന്ന് പുതിയ കളർ വെറൈറ്റീസ് നമുക്ക് കിട്ടുക. നമ്മുടെ കണ്ണാടി ചെടിയൊക്കെ ഇങ്ങനെയാണ് കൂട്ടി നട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിങ്ക പ്ലാന്റൊക്കെ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ കൂട്ടി നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വിത്ത് വന്ന് പിന്നെ അതിൻ്റെ അടുത്ത സെക്ഷനിൽ പുതിയ കളർ ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടും. ഈ ടൈമിൽ എനിക്ക് കിട്ടിയ പുതിയൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ പിങ്കിൻ്റെ സൈഡിലായിട്ട് കണ്ടോ, ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട്. അതും ഒരു ചെടിയിൽ 2 വെറൈറ്റി ആയിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ചെടി ഞാൻ കാണിച്ചത് അതിനകത്ത് കണ്ടോ, അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ചെടിയിൽ 2 ഇതുണ്ടോ, ഒരു തണ്ടുമേ ലൈറ്റ് പിങ്ക് കളറ്, ഇപ്പുറത്തേന് നല്ല ഡാർക്ക് പിങ്ക് കളറ്. അങ്ങനെ ഒരു ചെടിയുമ്പോൾ തന്നെ 2 വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി ഇതിൻ്റെ വിത്ത് വീണ് കഴിയുമ്പോൾ അതിൻ്റെ നിന്ന് പുതിയ ഷെയ്ഡുകൾ വരും. പിന്നെ ഈ ഒരു ചെടീനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമുക്ക് നട്ടു കൊടുക്കാൻ. എന്നാലും ഇതുപോലെ നിറയെ പൂക്കൾ ഇടുള്ളൂ. അത്യാവശ്യം വളം, ഇപ്പം ഞാൻ ചാണകപ്പൊടിയാണ് ഇതിന് ഇട്ട് കൊടുക്കാറ്. വളം ഉണ്ടെങ്കിൽ വേഗം ചാടി വലുതായി പൂക്കൾ ഇട്ടോളൂ. എന്നാലും ആ ഇലകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല കരുത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഓരോ വെറൈറ്റി ഇപ്പോൾ നല്ല വയലറ്റായിട്ട് ഇപ്പോൾ കണ്ടേ ഫുൾ വയലറ്റായിട്ട് വന്നേക്ക് നോക്കിയേ, വൈറ്റ് മാറിയിട്ട് അവിടെ ഫുൾ വയലറ്റ്. അതിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ ചട്ടിയിൽ ഞാൻ കുറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ വയലറ്റ് ഇടുന്നതിൻ്റെ ലീവ്സിൻ്റെ കളറൊക്കെ നോക്കി അതിൻ്റെ ഇലയുടെ നിറം വരെ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ 40 രൂപ കൊടുത്ത് ഒരു കളർ വാങ്ങിയെങ്കിലും ഇപ്പോൾ നമുക്ക് കുറേ കളർ എക്സ്ട്രാ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ചെടീനെ നമുക്ക് ചെടിച്ചട്ടി നട്ട് കൊടുക്കാമെങ്കിലും താഴെ മണ്ണിൽ നട്ട് കൊടുക്കുന്നതാണ് നല്ലത്, കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കാൻ. പിന്നെ മഴക്കാലമൊക്കെ വരുമ്പോൾ 1-2 തൈയൊക്കെ എടുത്ത് ഇങ്ങനെ ചെടിച്ചട്ടി നടണേ നല്ലത്. കാരണം ഒത്തിരി വെള്ളമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വേഗം ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ മഴക്കാലം വരുമ്പോൾ ഈ ഒരു ചെടി ഫുള്ളായിട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ മഴയൊക്കെ മാറി ഒരുമാതിരി കഴിയുമ്പോഴേക്കും എൻ്റെ തൈകളൊക്കെ ഒത്തിരി മുളച്ചു തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് എല്ലാ വർഷവും ഇത്. പിന്നെ കുറച്ച് ഇതൊക്കെ എടുത്ത് ഞാൻ തൈകളൊക്കെ എടുത്ത് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ചെടിച്ചട്ടിനേക്കാളും നല്ലത് മണ്ണിൽ നടന്നതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ആർത്ത് പിടിച്ച് ഇങ്ങനെ നമുക്ക് മതിലിൻ്റെ സൈഡിലോ താഴെയൊക്കെ നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ. പിന്നെ ഈ ടൊറേനിയ പ്ലാന്റിൽ നമ്മങ്ങനെ കേടുകളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ ഈ പുഴുക്കളും ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ തിന്നുകൊണ്ട് പോകാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അല്ലാതെ വേറെ കേടുകളൊന്നും ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒടിച്ചൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. ഓരോ പുതിയ ആ സൈഡിൽ നിന്ന് പൊട്ടുന്ന ഓരോ മുളകളൊക്കെ ഒന്ന് ഒടിച്ച് നട്ടു കൊടുത്താലും പിടിച്ചോളും വേഗത്തിൽ തന്നെ. ഇനി ഇത് ഇവിടെ തന്നെ നിന്ന് ഇതിൻ്റെ വിത്ത് വീണ് പുതിയ തൈകൾ ഇനി മുളച്ചോളും. ഇവിടെ സൈഡിലൊക്കെ ഇപ്പോഴേ മുളച്ചു തുടങ്ങി പുതിയ തൈകൾ. ചിലപ്പോൾ മുളയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുതിയ മുട്ടുകളായിട്ടൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റൊക്കെ ആകുമ്പോഴേക്കും നിറയെ പൂക്കളായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തന്നെ ടൊറേനിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.